നിലവിൽ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്താൻ പോകുന്നത്. അതിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ നിർദ്ദേശങ്ങൾ വരികയാണ്. കനത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ശബരിമലയിലെ സ്പോട്ട് ബുക്കിംഗ് 20,000-ൽ നിന്ന് 5,000 കുറച്ചു. തിങ്കളാഴ്ച വരെയാണ് ഹൈക്കോടതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാനനപാതയിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീരുമാനത്തെ ദേവസ്വം ബോർഡ് സ്വാഗതം ചെയ്തു. ബിനിൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനം ഉൾപ്പെടെ വന്നൊരു ദിവസമായിരുന്നു എന്ന്. അതിന് തൊട്ട് പിന്നാലെ സ്പോട്ട് ബുക്കിംഗ് വെട്ടിക്കുറച്ചുകൊണ്ട് തന്നെ ശക്തമായ നിയന്ത്രണങ്ങളിലേക്ക് പോകുന്നു. എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരാൻ പോകുന്നത്? പൂജ, ശബരിമലയിലെ കാര്യങ്ങളിൽ വേണ്ടത്ര മുന്നൊരുക്കങ്ങളോ കൂടിയാലോചനകളോ ഉണ്ടായിട്ടില്ല എന്നതാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയുടെ ഈ തീരുമാനത്തെ നമ്മൾ കാണേണ്ടത്. ആ സ്പോട്ട് ബുക്കിംഗ് ആണ് ശബരിമലയിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഹൈക്കോടതി വിലയിരുത്തുന്നത്. കാരണം വിർച്വൽ ക്യൂ വഴി 70,000 പേർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഓരോ ദിവസവുമുണ്ട്. അതിനൊപ്പം തന്നെ നേരത്തെ തീരുമാനിച്ചിരുന്നത് 20,000-ആയി ആ സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തുക എന്നതാണ്. പക്ഷേ രണ്ടാമത്തെ ദിവസം തന്നെ 20,000-ന് മുകളിൽ ആളുകളാണ് ഈ സ്പോട്ട് ബുക്കിംഗ് വഴി തന്നെ സന്നിധാനത്തേക്ക് എത്തി. അതാണ് ഈ തിരക്കുകളൊക്കെ ഇത്ര ശക്തമായ രീതിയിലേക്ക് മാറുകയും തീർത്ഥാടകർക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒക്കെ തന്നെ ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഈ സ്പോട്ട് ബുക്കിംഗ് എന്നത് 5,000-ആയി വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. തിങ്കളാഴ്ച വരെയാണ് നിയന്ത്രണമുള്ളത്. തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഇക്കാര്യം ഹൈക്കോടതി പുനഃപരിശോധിക്കുകയും ചെയ്യും. പക്ഷേ ഇത്രയും ദിവസത്തിനിടയിൽ ശബരിമലയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള ഒരു അവസരമാണ് ദേവസ്വം ബോർഡിന് ഇപ്പോൾ ഇതിലൂടെ ഹൈക്കോടതി നൽകിയിരിക്കുന്നതെന്ന് പറയാം. അതോടൊപ്പം തന്നെ കാനനപാതയിൽ കൂടി വരുന്ന അയ്യപ്പന്മാരുണ്ട്. അവരുടെ കാര്യത്തിലും നിയന്ത്രണം വന്നിരിക്കുന്നു. ഒരു ദിവസം പരമാവധി 5,000 പേരെ കയറ്റിവിട്ടാൽ മതി എന്നതാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് പുല്ലുമേട് അടക്കമുള്ള കാനനപാതകൾ വഴി കടന്നു വരുന്നവരുടെ കാര്യം അതിന് വനം വകുപ്പ് പ്രത്യേക പാസ് നൽകണമെന്നാണ് ഇപ്പോൾ ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ന് മുതൽ ഇനി അങ്ങോട്ട് ആ നിയന്ത്രണമായിരിക്കും തിങ്കളാഴ്ച വരെ ഉണ്ടാകാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നത് ഈ ഉത്തരവിന്റെ പൂർണ്ണരൂപം പുറത്തേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ പൂർണ്ണരൂപം പുറത്തു വരുമ്പോൾ മറ്റു ചില നിയന്ത്രണങ്ങൾ കൂടി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉത്തരവ് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അതായത് അതാത് ദിവസങ്ങളിൽ ബുക്കിംഗ് എടുത്തവർ മാത്രമേ വരാൻ പാടുള്ളൂ എന്ന രീതിയിലേക്ക് ചില നിയന്ത്രണങ്ങൾ കൂടി വരാനുള്ള സാധ്യതകൾ ആ ഉത്തരവിന്റെ ഭാഗമായിട്ടുണ്ട്. അതുകൂടി നമുക്ക് പരിശോധിക്കേണ്ടി വരും. കാരണം ഇന്നലത്തെ കണക്ക് പരിശോധിച്ചാൽ ഏതാണ്ട് 25,000-ഓളം പേരാണ് ഇന്നലെ അല്ലാതെ മറ്റ് ദിവസം ബുക്ക് ചെയ്തിട്ട് ആ ബുക്കിംഗ് സ്ലിപ്പുമായി ഇന്നലെ ശബരിമലയിലേക്ക് എത്തിയിരിക്കുന്നത്. അത് ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് സർക്കാരിന്റെയും ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡും അതിനെ പിന്തുണച്ചിരുന്നു. അതുകൊണ്ട് ആ കാര്യത്തിൽ കൂടി ഒരു നിയന്ത്രണം ഹൈക്കോടതിയിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് ഈ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വലിയ വിമർശനമാണ് നേരിടേണ്ടി വന്നത്. എല്ലാം ഭദ്രമാണ് എന്ന് പറഞ്ഞു പോയിട്ട് അവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്നതായിരുന്നു കോടതിയുടെ ചോദ്യം. അതോടൊപ്പം തന്നെ എല്ലാവരെയും മല കയറ്റി വിടരുത് എന്ന് കോടതി കൃത്യമായി പറഞ്ഞു. അതായത് വരുന്നവരെ മുഴുവൻ മല കയറ്റി വിട്ടുകഴിഞ്ഞാൽ സന്നിധാനത്തെ കാര്യങ്ങൾ ആകെ പ്രതിസന്ധിയിലാകും. സന്നിധാനത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നവരെയാണ് സന്നിധാനത്തേക്ക് കയറ്റി വിടേണ്ടത്. ആ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ വേണം. അതുകൊണ്ട് ശബരിമല സന്നിധാനത്ത് എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ആദ്യം തീരുമാനിക്കണം. അത് ശാസ്ത്രീയമായി പഠനം നടത്തി വ്യക്തമാക്കണം. അതിനുശേഷമായിരിക്കണം ഈ ആളുകളെ മല കയറ്റി വിടാൻ. അതോടൊപ്പം തന്നെ നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ 5ഓ 6ഓ സെക്ടറുകളായി തിരിച്ച് ഓരോ ഇടത്തും ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകൾ എത്രയെന്നത് നിശ്ചയിച്ച് ആ രീതിയിൽ ഇനി തീർത്ഥാടനം സുഗമമാക്കണമെന്ന നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. ഈ ഒരു മണ്ഡലകാലം ആരംഭിക്കുന്ന സമയം മുതൽ കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ അതിൽ വലിയ തോതിലുള്ള പാളിച്ചയാണ് ഉണ്ടായത് എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നതാണ്. ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്നും അതിരൂക്ഷ വിമർശനം ഉണ്ടാകുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ തോതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച വരെയാണ് നിയന്ത്രണം. അതായത് ആ ഒരു സമയം വരെയെങ്കിലും എന്താണ് ചെയ്യേണ്ടത് എന്നത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകണം. അതാണ് കോടതി ഉദ്ദേശിക്കുന്നത്. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.